Data storage technology. On-disk storage devices utilizes low-cost hard disk drivers for long-term storage implemented via a distributed file system or a database. On-disk storage devices utilizes low-cost hard disk for long-term storage. Long-term storage ന് വേണ്ടിയിട്ട് low-cost hard diskകളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള രണ്ട് വഴികളാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റവും പിന്നെ ഡേറ്റാബേസും. ഡേറ്റാബേസ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്: RDBMS, NoSQL, NewSQL. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഇതിനകത്ത് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം സപ്പോർട്ട് സ്കീമാലെസ് ഡേറ്റ സ്റ്റോറേജ്. സ്കീമാലെസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആണ്, ഫാസ്റ്റ് ആക്സസ് ഡേറ്റ സ്റ്റോറേജ് ആണ്. ഡേറ്റ സ്റ്റോറേജിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് റിഡൻഡൻസി ആൻഡ് ഹൈ അവൈലബിലിറ്റി ബൈ കോപ്പിയിങ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ വയ റെപ്ലിക്കേഷൻ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ഇത് റിഡൻഡൻസി പോസിബിൾ ആണ്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഫയൽ ലൊക്കേഷനുകളെ, മൾട്ടിപ്പിൾ ലൊക്കേഷനുകളെ, ഡേറ്റ ലൊക്കേഷനുകളെ റെപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെ കോപ്പി ചെയ്ത് പല സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കുക. അങ്ങനെ ഹൈ അവൈലബിലിറ്റി. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഡേറ്റ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ തന്നെ മറ്റു നോഡ്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. റെപ്ലിക്കേഷൻ പോസിബിൾ ആണ്. പ്രൊവൈഡ്സ് റെഡൻഡൻസി പോസിബിൾ ആക്കുന്നുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ സ്ട്രേറ്റ് ഫോർവേഡ് ഫയൽ ലോക്കിംഗ് മെക്കാനിസം, ഇറ്റ് പ്രൊവൈഡ്സ് ഫാസ്റ്റ് റീഡ് ഓർ റൈറ്റ് കേപ്പബിലിറ്റി വിച്ച് അഡ്രസ്സസ് ദ വെലോസിറ്റി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിഗ് ഡേറ്റ. ഈ സ്ട്രേറ്റ് ഫോർവേഡ് ലോക്കിംഗ് മെക്കാനിസംസ് ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് റീഡ് ആൻഡ് റൈറ്റ് കേപ്പബിലിറ്റി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. ബിഗ് ഡേറ്റ ക്യാരക്ടറിസ്റ്റിക് ആയ വെലോസിറ്റി ആണ് ഇതുമായിട്ട് ബന്ധിപ്പിച്ചേക്കുന്നത്. Suitable when large data set of raw data are to be stored. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ചെറിയ ഫയൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ലാർജ് ഡാറ്റ സെറ്റ് ഓഫ് റോ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ് കൂടുതലും ഇത് സ്യൂട്ടബിൾ. Inexpensive storage option for storing large amount of data over a long period of time and needs to remain online. ഇപ്പോൾ കുറെ നേരത്തേക്ക് ഓൺലൈൻ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് ഇൻഎക്സ്പെൻസീവ് ആണ്. മോർ ഡിസ്ക് ക്യാൻ സിംപ്ലി ടു ബി ആഡഡ് ടു ദ ക്ലസ്റ്റർ വിത്തൗട്ട് നീഡിംഗ് ടു ഓഫ്ലോഡ് ദ ഡേറ്റ ടു ഓഫ്ലൈൻ ഡേറ്റ സ്റ്റോറേജ്. ഇപ്പോൾ ഉള്ള ഡേറ്റ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡിസ്ക് ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള ഡേറ്റ വേറൊരു ഓഫ്ലൈൻ ഡേറ്റ സ്റ്റോറിലേക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ആ ഓൺലൈൻ ആയി ഇരിക്കുന്ന ടൈം തന്നെ, അല്ലെങ്കിൽ ആ ഡേറ്റ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡിസ്ക് സിമ്പിൾ ആയിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത്രയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിനകത്ത് വരുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഈ ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇനി ഡേറ്റാബേസസിൽ വരുന്നത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹാൻഡ്ലിംഗ് ട്രാൻസാക്ഷണൽ വർക്ക് ലോഡ് ഇൻവോൾവിംഗ് സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ വിത്ത് റാൻഡം റീഡ് ഓർ റൈറ്റ് പ്രോപ്പർട്ടീസ്. ട്രാൻസാക്ഷണൽ വർക്ക് ലോഡുകൾ ഹാൻഡിൽ ചെയ്യാനും പിന്നെ റാൻഡം റീഡ് ഓർ റൈറ്റ് പ്രോപ്പർട്ടി ഒക്കെ അക്വയർ ചെയ്യാനായിട്ട് ഒക്കെ RDBMS നല്ലതാണ്. Asset complaint and are restricted to a single node. Do not provide out-of-box redundancy and fault tolerance. ഇതിനകത്ത് ആസിഡ് ട്രാൻസാക്ഷണൽ ബേസ് ആയതുകൊണ്ട് തന്നെ ആസിഡ് കംപ്ലൈന്റ് ആണിത്. അത് മാത്രമല്ല, ഒരു നോഡിലേക്ക് മാത്രം ഇത് റെസ്ട്രിക്ട് ചെയ്തേക്കുക. ഓരോ നോഡിലും വെച്ചുകൊണ്ടാണ്. അത് പുറത്തേക്ക് അതിന്റെ റിഡൻഡൻസിയോ അല്ലെങ്കിൽ ആ നോഡിന്റെ പുറത്തുള്ള ഫോൾട്ടുകളോ അതൊന്നും അത് ടോളറേറ്റ് ചെയ്യുന്നില്ല. ഫോൾട്ട് ടോളറൻസ് ഒന്നും അത് പരിഹരിക്കുന്നില്ല. To handle large volume of data arriving at a fast pace, they need vertical scaling. It is more costly and disruptive scaling strategy. ഇപ്പോ പെട്ടെന്ന് വരുന്ന ഡേറ്റ പെട്ടെന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വരുന്ന ഡേറ്റനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വെർട്ടിക്കൽ സ്കെയിലിംഗ് ആണ് ഇവിടെ വേണ്ടത്. ഈ വെർട്ടിക്കൽ സ്കെയിലിംഗ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആൻഡ് അതൊരു ഡിസ്ട്രപ്റ്റീവ് സ്കെയിലിംഗ് സ്ട്രാറ്റജിയാണ്. അങ്ങനെ ഈ വെർട്ടിക്കൽ സ്കെയിലിംഗ് നടത്തുകൊണ്ട് തന്നെ
ഇത് ലെസ് ഐഡിയൽ ഫോർ ലോങ് ടേം സ്റ്റോറേജ് ഓഫ് ഡേറ്റ. നമ്മൾ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം സ്റ്റോറേജ് ഡേറ്റ ഈ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ലോങ് ടേം സ്റ്റോറേജ് ഓഫ് ഡേറ്റയ്ക്ക് അപ്രോപ്രിയേറ്റ് അല്ല എന്നാണ് പറയുന്നത്. നീഡ് മാനുവലി ഷാർഡഡ് മോസ്റ്റ്ലി യൂസിങ് ആപ്ലിക്കേഷൻ ലോജിക്. ആപ്ലിക്കേഷൻ ലോജിക് വെച്ചുകൊണ്ട് ഷാർഡിങ് മാനുവൽ ആയിട്ട് നടത്തുന്നത്. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലോജിക് നീഡ് ടു നോ വിച്ച് ഷാർഡ് ടു ക്വറി ഇൻ ഓർഡർ ടു ഗെറ്റ് ദ റിക്വയർഡ് ഡേറ്റ. നമുക്ക് ഡേറ്റ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ക്വറി ചെയ്യണമെങ്കിൽ ഏത് ഷാർഡിലാണ് പർട്ടിക്കുലർ റിക്വയർഡ് ഡേറ്റ ഉള്ളതെന്നുള്ളത് നമ്മൾ അറിയണം. അങ്ങനെയാണ് ക്വറിങ് നടത്തുന്നത്. ഷാർഡിലാണ് ക്വറിങ് നടത്തുന്നത്. കോംപ്ലിക്കേറ്റ് ഡേറ്റ പ്രോസസിംഗ് വെൻ ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ ഷാർഡ് ഈസ് റിക്വയർഡ്. ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, അതൊക്കെ പല ഷാർഡുകളിലായിട്ടാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ തന്നെ പല ഷാർഡുകളിൽ നമ്മൾ ക്വറിങ് നടത്താനായിട്ട് അങ്ങനത്തെ ഡേറ്റ പ്രോസസ്സിംഗ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ RDBMS അവർക്കൊക്കെ ഒരു സ്കീം ഉണ്ടാവും, ബേസ്ഡ് ഓൺ സ്കീമയാണ്. അപ്പൊ കൂടുതലും സ്ട്രക്ചേർഡ് ഡേറ്റയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. മറ്റേതിനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത്, പക്ഷെ കൂടുതലും സ്ട്രക്ചേർഡ് ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. ലാറ്റൻസി പ്രോബ്ലം ഉള്ളതുകൊണ്ട്, ലാറ്റൻസി പ്രോബ്ലം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സ്കീമ ഉള്ളതുകൊണ്ട് നമ്മൾ കൺസ്ട്രെയിന്റും അങ്ങനെ വാലിഡേഷൻ കൺസ്ട്രെയിന്റുകളൊക്കെ കൊടുക്കും. അങ്ങനെ വരുമ്പോഴേക്കും ലാറ്റൻസി പ്രോബ്ലം വരും. മറ്റേ റൈറ്റ് ലാറ്റൻസി പ്രോബ്ലം ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഈ ലാറ്റൻസി പ്രോബ്ലം മേക്സ് റിലേഷണൽ ഡേറ്റാബേസസ് ലെസ് ഐഡിയൽ ചോയ്സ് ഫോർ സ്റ്റോറിംഗ് ഹൈ വെലോസിറ്റി ഡേറ്റ ദാറ്റ് നീഡ് എ ഹൈലി അവൈലബിൾ ഡേറ്റാബേസ് സ്റ്റോറേജ് ഡിവൈസ് ഫോർ ഫാസ്റ്റ് ഡേറ്റ റൈറ്റ് കേപ്പബിലിറ്റി. ഹൈ വെലോസിറ്റി സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഈ സ്റ്റോറേജ് ഡിവൈസസ് അങ്ങനത്തേനൊക്കെ ഈ റിലേഷണൽ ഡേറ്റാബേസിന്റെ ഈ ലാറ്റൻസി പ്രോബ്ലം ഉള്ളത് കൊണ്ട് അതൊരു ലെസ് ഐഡിയൽ ചോയ്സ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ആസ് ദ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ഇൻ ബിഗ് ഡേറ്റ സൊല്യൂഷൻ എൻവയോൺമെന്റ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ബിഗ് ഡേറ്റ സൊല്യൂഷനിൽ അത്ര ഉപയോഗപ്രദമായിട്ട് കാണുന്നില്ല. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി വരുന്ന ഡേറ്റാബേസിൽ വരുന്നതാണ് നോ SQL ഡേറ്റാബേസ്. നോട്ട് ഓൺലി SQL അങ്ങനെ പറയാം. നോ SQL ഡേറ്റാബേസ് അത് ഹൈലി സ്കേലബിൾ ആൻഡ് ഫോൾട്ട് ടോളറന്റ്. RDBMSന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജ് ആക്കിക്കൊണ്ടാണ് നോ SQL ഡേറ്റാബേസ് വന്നേക്കുന്നത്. അത് ഹൈലി സ്കേലബിൾ ആണ്, ഫോൾട്ട് ടോളറന്റ് ആണ്. അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. സ്കീമാലെസ് ഡേറ്റ മോഡലാണ്. അതുകൊണ്ട് സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് ആസ് വെൽ ആസ് സ്ട്രക്ചേർഡ് നമുക്ക് സ്റ്റോർ ചെയ്യാം. സ്കെയിൽ ഔട്ട് റാദർ ദാൻ സ്കെയിൽ അപ്പ് മോഡ്. Model nodes can be added to more nodes can be added to obtain additional storage instead of replacing the existing node with a better higher performance or capacity one. ഇപ്പൊ ബെറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു നോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ ഇതിനകത്തോട്ട്, ഇംപ്ലിമെന്റേഷനിലോട്ട്. അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റീപ്ലേസ് ചെയ്യാതെ തന്നെ മറ്റ് കുറെ നോഡ്സിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് സ്കെയിൽ ഔട്ട്. സ്കെയിൽ അപ്പ് എന്ന് പറഞ്ഞാൽ റീപ്ലേസിംഗ് വരുന്നത്. സ്കെയിൽ ഔട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ highly available. They are built on cluster-based technologies that provide fault tolerance out of the box. മറ്റേതിൽ നമുക്ക് റിഡൻഡൻസിയും ഫോൾട്ട് ടോളറൻസും ഔട്ട് ഓഫ് ദി ബോക്സിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അത് പോസിബിൾ ആക്കുന്നുണ്ട്. ഹൈലി അവൈലബിൾ ആണ്. Lower operational cost. They are built on open source platforms with no licensing cost. ലൈസൻസിങ് കോസ്റ്റ് ഇല്ലാത്ത ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ കോസ്റ്റ്, സാമ്പത്തികം കുറച്ച് മതി. ലോവർ ഓപ്പറേഷണൽ കോസ്റ്റ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് കോസ്റ്റ് മതി. ഇവൻച്വൽ കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഡേറ്റ റീഡ്സ് അക്രോസ് മൾട്ടിപ്പിൾ നോഡ്സ് ബൈ not be consistent immediately, may not be consistent immediately after a write. However, all nodes will eventually be in a consistent state. അതായത് ഡേറ്റ നമ്മൾ റീഡ് ചെയ്യും, മൾട്ടിപ്പിൾ നോഡ്സിലേക്ക് നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാം. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡേറ്റ നമുക്കൊരു ഡേറ്റ കിട്ടി. ഇപ്പൊ ID = 2 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ നമുക്ക് കിട്ടി. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന ആ സമയത്ത് അപ്ഡേറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ അടുത്തത്
റിക്വസ്റ്റ് ചെയ്തു ID = 3 വേണ്ടിയിട്ട്. ഈ സമയം നമുക്ക് കിട്ടുന്നത് അപ്ഡേറ്റ് ചെയ്യാത്ത വാല്യൂ ആയിരിക്കും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ കിട്ടും. അതാണ് ഇവഞ്ച്വൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഓൾഡ് വാല്യൂസ് ആണ് കിട്ടുന്നത്. പിന്നെ ബേസ് നോട്ട് ആസിഡ് കംപ്ലൈന്റ് അല്ല, ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈ അവൈലബിലിറ്റി ഉണ്ടാവും, പിന്നെ ഇവഞ്ച്വൽ കൺസിസ്റ്റൻസി ഉണ്ടാവും. API ഡ്രിവൺ ഡേറ്റ ആക്സസ്, ഈ ക്വറിങ് ഒക്കെ ഒരു API ബേസ്ഡ് ആയിരിക്കും. അതാണ് പറഞ്ഞ API ഡ്രിവൺ ഡേറ്റ ആക്സസ്. ഓട്ടോ ഷ്രാഡിംഗ് ആൻഡ് റെപ്ലിക്കേഷൻ ടു സപ്പോർട്ട് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആൻഡ് പ്രൊവൈഡ് ഹൈ അവൈലബിലിറ്റി. ഹൊറിസോണ്ടൽ സ്കെയിലിംഗും പിന്നെ ഹൈ അവൈലബിലിറ്റി, ഡേറ്റയുടെ ഹൈ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഷ്രാഡിങ്ങും റെപ്ലിക്കേഷനും ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളും. അത് തന്നെ ഡിറ്റക്ട് ചെയ്ത് ഡേറ്റയും എല്ലാം ഡിറ്റക്ട് ചെയ്ത് തന്നെ ഷ്രാഡുകളാക്കി മാറ്റിയും റെപ്ലിക്കാസ് ഒക്കെ ആയിട്ട് മാറ്റി തന്നെ ചെയ്തോളും. പിന്നെ ഇന്റഗ്രേറ്റഡ് കാഷിംഗ്, നമുക്കൊരു തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂട്ടർ കാഷിംഗ് ലെയർ ആവശ്യമായി വരുന്നില്ല. ഇതിനകത്ത് തന്നെയുണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ക്വറി സപ്പോർട്ട്, കൺസിസ്റ്റന്റ് ക്വറി ബിഹേവിയർ അക്രോസ് മൾട്ടിപ്പിൾ ഷാർഡ്. നമ്മൾ മറ്റേതിൽ പറഞ്ഞു മൾട്ടിപ്പിൾ ഷാർഡിൽ അല്ലെങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ ഇവിടെ അത് പറ്റുന്നുണ്ട്. കൺസിസ്റ്റന്റ് ക്വറി ബിഹേവിയർ അക്രോസ് മൾട്ടിപ്പിൾ ഷാർഡ്സ്. പിന്നുള്ളത് പോളിഗ്ലോട്ട് പെർസിസ്റ്റൻസ്, പെർസിസ്റ്റിംഗ് ഡേറ്റ യൂസിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ടെക്നോളജീസ് വിത്തിൻ ദ സെയിം സൊല്യൂഷൻ ആർക്കിടെക്ചർ. ഈ ഒരേ ആർക്കിടെക്ചറിൽ നിന്നുകൊണ്ട് തന്നെ പല ടൈപ്പ് സ്റ്റോറേജ് ഈ NoSQL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പല ടൈപ്പുകൾ. അതാണ് ഈ പോളിഗ്ലോട്ട് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പല ടൈപ്പ് സ്റ്റോറേജ് ഒരേ സൊല്യൂഷൻ ആർക്കിടെക്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് അഗ്രഗേറ്റ് ഫോക്കസ്ഡ്, സ്റ്റോർഡ് ഡീനോർമലൈസ്ഡ് അഗ്രഗേറ്റ് ഡേറ്റ, എലിമിനേറ്റ് ജോയിൻസ് ആൻഡ് എക്സ്റ്റെൻസീവ് മാപ്പിംഗ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ഒബ്ജക്ട് ആൻഡ് ഡേറ്റ സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസസ്. നമ്മള് മറ്റേ RDBMS എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡ് ഫോർമാറ്റ് ആണ്. അതിനകത്ത് ജോയിൻസും എക്സ്റ്റെൻസീവ് മാപ്പിംഗും ഒബ്ജക്ട് തമ്മിലുള്ള എക്സ്റ്റെൻസീവ് മാപ്പിംഗ് ഒക്കെ കാണും. പക്ഷെ ഇവിടെ അതില്ല. സ്റ്റോർ ഡീനോർമലൈസ്ഡ് അഗ്രഗേറ്റ് ഡേറ്റ, ജോയിൻസും എക്സ്റ്റെൻസീവ് മാപ്പിംഗ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ഒബ്ജക്ട്, ഡേറ്റ സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ്, അവർ തമ്മിലുള്ള മാപ്പിംഗ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ന്യൂ SQL ഡേറ്റാബേസസ്. അതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇറ്റ് ഈസ് ഹൈലി സ്കേലബിൾ, അവൈലബിൾ, ഫോൾട്ട് ടോളറന്റ് ആൻഡ് ഫാസ്റ്റ് ഫോർ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. Combines the ACID properties of RDBMS with the scalability and fault tolerance offered by NoSQL storage devices. ഇതൊരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. നമ്മുടെ RDBMSന്റെയും NoSQLന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രോപ്പർട്ടിയുടെ ആസിഡ് പ്രോപ്പർട്ടി, RDBMS പ്രൊവൈഡ് ചെയ്യുന്ന ആസിഡ് പ്രോപ്പർട്ടിയും NoSQL സ്റ്റോറേജ് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോൾട്ട് ടോളറൻസും കൂടെ കമ്പൈൻ ചെയ്താണ് ഇവിടുത്തെ പ്രോപ്പർട്ടി വരുന്നത്. അതായത് ഫോൾട്ട് ടോളറൻസും സ്കേലബിലിറ്റിയും NoSQL സ്റ്റോറേജ് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതും പിന്നെ RDBMSന്റെ ആസിഡ് പ്രോപ്പർട്ടിയും കൂടെ. പിന്നെ സപ്പോർട്ട് SQL കംപ്ലൈന്റ് സിന്റാക്സ് ഫോർ ഡേറ്റ ഡെഫിനിഷൻ ആൻഡ് ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷൻ ആൻഡ് ദേ ഓഫൺ യൂസ് എ ലോജിക്കൽ റിലേഷണൽ ഡേറ്റ മോഡൽ ഫോർ ഡേറ്റ സ്റ്റോറേജ്. ചില സമയങ്ങളിൽ ഒരു ലോജിക്കൽ റിലേഷണൽ ഡേറ്റ മോഡൽ ഡേറ്റ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ SQL ക്വറിയിങ് പോസിബിൾ ആണ്. ആ ഡേറ്റ സിന്റാക്സ് ഒക്കെ SQL-ുമായിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡേറ്റ ഡെഫിനിഷനും ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷനൊക്കെ നമുക്ക് ഇത് കൂടുതൽ ഈസി ആയിരിക്കും. യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് OLTP സിസ്റ്റംസ് വിത്ത് വെരി ഹൈ വോളിയൂംസ് ഓഫ് ട്രാൻസാക്ഷൻ. യൂസ്ഡ് ഫോർ റിയൽ ടൈം അനലിറ്റിക്സ്. കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വോൾട്ട് DB, InnoDB. NoSQL ആണെങ്കിൽ MongoDB, ഇതൊക്കെ എക്സാമ്പിൾ ആണ്.